ഏതാ സ്ഥലം അല്ലേ? പിന്നെ അടിപൊളി ഒരു സ്ഥലം. നമ്മൾ ചുണ്ടേന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ വൈത്തിരി ചാടുന്ന റോഡാത്. ഈ റോഡിന് വന്നപ്പോൾ ഒരു ചായക്കട കണ്ട്. ആ ചായക്കട കണ്ട് നമ്മൾ അടിപൊളി ലൊക്കേഷൻ കേട്ടോ. ചായക്കട കണ്ട് ചായ കുടിക്കാൻ ചേച്ചി ഇവിടെ നിർത്തിയതാണ്. അപ്പം ചായക്കടയിലെ ചേട്ടനെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഓക്കെ, ഇതാണ് നമ്മളെ ചായക്കട നടത്തുന്ന ചേട്ടന്. ഈ സ്ഥലത്ത് എന്തായാലും പറയാ വൈത്തിരിയിൽ നിന്ന് 2 കിലോമീറ്റർ ഇപ്പുറത്ത് വന്നാൽ കാറ്റാടിപ്പാത്തി എന്ന് പറഞ്ഞൊരു സ്ഥലം കാണാം. അവിടെയാണ് ഇവിടെ നല്ല ലൈവ് ഫ്രഷ് ചായ സമാപത്തി അടിച്ചിട്ട് പോവാം. ഫ്രഷ് ചായ ഉണ്ടാക്കണ്ടേ. പിന്നെ ഒരു ചെറിയ തോതിലുള്ളൊരു ചായക്കട അല്ലേ? ചെറിയൊരു തട്ടുകട. ഒരു കലാകാരനാണ്, അതാണ് എൻ്റെ ഹൈലൈറ്റ്. പിന്നെ നിങ്ങളെ ഒരു പാട്ട്, നിങ്ങൾ കടനെ പറ്റി എഴുതിയ പാട്ടുണ്ട് പറഞ്ഞു. ഒരു 4 വരി. എൻ്റെ പേര് കുഞ്ഞിക്കണ്ണൻ എന്നാണ്. ധാരാളം പാട്ടുകളൊക്കെ എഴുതാറുണ്ട്. പക്ഷേ എന്തായാലും നമ്മളൊരു ഗാനം രചിക്കുക അല്ലെങ്കിൽ ഒരു വെറൈറ്റി വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. അപ്പോൾ എൻ്റെ സഹോദരന്മാർക്ക് വേണ്ടിയിട്ട് ഞാനൊരു പാട്ട് പാടാം. ഈ പാട്ട് പിന്നെ എന്നെപ്പോലെ തട്ടുകട നടത്തി ഉപജീവന മാർഗം തേടുന്ന എല്ലാ സഹോദരന്മാർക്ക് വേണ്ടി ഞാൻ ഈ ഗാനം ആലപിക്കുകയാണ്. തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ സദയം ക്ഷമിക്കും. ഞാനുമൻ മക്കളും പേരക്കിടാങ്ങളും പത്നിയുമൊത്തുള്ള തട്ടുകട. ഞാനുമൻ മക്കളും പേരക്കിടാങ്ങളും പത്നിയുമൊത്തുള്ള തട്ടുകട. തോളിലൻ സഞ്ചിയും തീരാത്ത മോഹവും എന്നും പ്രഭാതത്തിലെത്തിടും ഞാൻ. തോളിലൻ സഞ്ചിയും തീരാത്ത മോഹവും എന്നും പ്രഭാതത്തിലെത്തിടും ഞാൻ. ഞാനുമൻ മക്കളും പേരക്കിടാങ്ങളും പത്നിയുമൊത്തുള്ള തട്ടുകട. തോളിലൻ സഞ്ചിയും തീരാത്ത മോഹവും എന്നും പ്രഭാതത്തിലെത്തിടും ഞാൻ.